ബിഗ് ബോസ് സീസൺ 7 കപ്പ് ഒരു PR-ന്റെയും സപ്പോർട്ട് ഇല്ലാതെ ജനങ്ങളുടെ വോട്ട് കൊണ്ട് മാത്രം അനുമോൾ അങ്ങോട്ട് ഉയർത്താൻ പോവുകയാണെന്ന് അനുമോളോട് തന്നെ ബിഗ് ബോസ് പറഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുറച്ചൊക്കെ ഞാൻ കയ്യിൽ നിന്നിട്ടതാ. അങ്ങനെ അനുമോള് കപ്പും പൊക്കിക്കൊണ്ട് പോകുന്നൊന്നും ബിഗ് ബോസ് മാമൻ പറഞ്ഞില്ല. പക്ഷെ അനുമോളെ വിളിച്ചിരുത്തിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട്. ഒന്ന് വൃത്തിക്ക് തന്നെ അനുമോളെ മോട്ടിവേറ്റ് ചെയ്ത് വിടുന്നുണ്ട് നമ്മുടെ ബിഗ് ബോസ് മാമൻ. അനുമോളെ മാത്രമൊന്നുമല്ല, കുറച്ചു മുമ്പേ ഞാൻ നോക്കുമ്പോൾ നെവിനെ വിളിച്ചിരുത്തിയിട്ട് നെവിൻ മോനെ പറയടാ, എന്തൊക്കെയുണ്ട്, സുഖമാണോ, ജനങ്ങളോട് നിനക്ക് എന്തൊക്കെയാ പറയാനുള്ളതെന്ന് നെവിനോടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. നമുക്ക് അനുമോളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ അനുമോൾ എന്ന് പറയുന്ന വ്യക്തിക്ക് PR ഉണ്ട് എന്ന് ഇപ്പൊ പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമാണല്ലോ. അനുമോൾ തന്നെ അത് സമ്മതിക്കുകയും ചെയ്തു PR ഉണ്ടെന്ന്. പക്ഷെ PR കൊണ്ട് മാത്രം ഒരാൾക്ക് കപ്പ് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. ജെന്യുവിനായിട്ടുള്ള വോട്ടുകൾ ചെല്ലണ്ടേ അങ്ങോട്ട്, എന്നാലല്ലേ കപ്പും കൊണ്ട് വരാൻ പറ്റുള്ളൂ. ബിഗ് ബോസ് അനുമോളോട് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുറച്ചു മുമ്പ് നമ്മുടെ അനുമോളെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിച്ചിരുത്തുന്നുണ്ട്. അനുമോള് മറ്റേ വാടിയിരിക്കുകയാണ്, ശോകമാണ് അനുമോള്. അപ്പം വിളിച്ചിരുത്തി കഴിഞ്ഞിട്ട് അനുമോളോട് പറയുന്നുണ്ട്, എന്തു പറ്റി അനുമോളെ, ഭയങ്കര ശോകമാണല്ലോ, ശോകമൂഖമാണല്ലോ, എന്തിനാ ഇങ്ങനെ വാടിയിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അനുമോൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിനോട്. ബിഗ് ബോസ് പറ, ബിഗ് ബോസിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ PR കൊണ്ട് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ള കാര്യം? അങ്ങനെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇവിടെ എല്ലാവരും പറയുന്നു ഞാൻ ബിഗ് ബോസിനകത്ത് നിൽക്കുന്നത് PR കൊണ്ട് മാത്രമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതെന്താ ബിഗ് ബോസ് അങ്ങനെ നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ അനുമോൾ ചോദിക്കുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, അനുമോളെ അങ്ങനെ PR കൊണ്ട് മാത്രമൊന്നും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ജനങ്ങളുടെ സപ്പോർട്ട് അതൊന്ന് ഉള്ളത് കൊണ്ടാണ് അനുമോൾ ഇവിടെ നിൽക്കുന്നത്. വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അനുമോൾ ഇപ്പോൾ ഈ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം ആദില നൂറ തന്നെയാണ്. അക്ബറും നെവിനും ഒക്കെ ഈ PR-ന്റെ കേസും പറഞ്ഞ് അനുമോളെ കുത്തുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അനുമോളുടെ രോമത്തെ പോലും അങ്ങോട്ട് ഏക്കുന്നില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. സങ്കടമൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഇത്രയും സങ്കടമൊന്നും അനുമോൾക്ക് വന്നിട്ടില്ല. പക്ഷെ കൂടെ ഉണ്ടായിരുന്ന 2 പേര് സുഹൃത്തുക്കളെ പോലെ കണ്ടിരുന്ന, പെങ്ങന്മാരെ പോലെയാണ് അവരെ കണ്ടിരുന്നതെന്നൊക്കെ ബിഗ് ബോസിനോട് പറയുന്നുണ്ട്. സോ അങ്ങനെയുള്ള 2 പേര് PR-ന്റെ പേരും പറഞ്ഞ് അനുമോളെ കുത്തുന്നത് അനുമോൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതിനകത്ത് അനുമോളെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല കേട്ടോ. പിന്നെ PR കൊണ്ട് മാത്രമാണ് അനുമോളോടെ നിൽക്കുന്നതെന്നും ഞാൻ പറയത്തില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേടേ. കിച്ചണിൽ കിടന്നാണെങ്കിലും ഇത്രയും പേർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് അതിൻ്റെ പേര് വഴക്കുണ്ടാക്കി ആ കൊച്ച് അത്യാവശ്യം സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുന്നില്ലേ, അതിനൊക്കെ കയ്യടി കൊടുത്തല്ലേ പറ്റൂ. ചുമ്മാ ഒരു മൂലയ്ക്കും മാത്രമേ മറ്റേ മാറിയിരുന്ന് 5 സ്റ്റാർ ചിരിച്ചിരിക്കുന്നില്ലല്ലോ, അതൊന്നും ചെയ്യുന്നില്ലല്ലോ. അത്യാവശ്യം കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് ആ കൊച്ച്. അതുകൊണ്ട് തന്നെ കണ്ടന്റ് ഉണ്ടാക്കുന്നില്ല, PR-ന്റെ ബലത്തിൽ മാത്രമാണെന്നൊന്നും പറയുന്നതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല കേട്ടോ. അത് വേറെ കാര്യം. അപ്പൊ ബിഗ് ബോസിനോട് ഇങ്ങനെയുള്ള സങ്കടങ്ങളൊക്കെ അനുമോള് പറയുന്നുണ്ട്. അപ്പൊ അനുമോളോട് ബിഗ് ബോസ് പറയുന്നുണ്ട്, മോളെ തീരാനായി, സീസൺ തീരാനായി, നീ ഇങ്ങനെ ഡൗൺ ആവാതെ നീ മുന്നോട്ടുള്ള ഗെയിം മാത്രം ഫോക്കസ് ചെയ്ത് കളിക്ക്. അത് അനുമോളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ബിഗ് ബോസിന് പറയുന്നത്. ബിഗ് ബോസിന് കണ്ടന്റ് വേണോ, അത് വേറെ കാര്യം. അപ്പൊ ഇതൊക്കെ അനുമോളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ ഫോക്കസ് ചെയ്യാൻ പറയുന്നുണ്ട്. അനുമോള് ആദിലയും നൂറയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, ഞാൻ അവരെ സഹോദരിമാരെ പോലെയാണ് കണ്ടത്, പക്ഷെ അവരും ഇങ്ങനെ ഇതൊക്കെ എന്നെ പറഞ്ഞു കുത്തി, അതാണ് ഇതാണെന്നൊക്കെ അനുമോൾ ഇരുന്ന് പറയുന്നുണ്ട്. ലിറ്ററലി അനുമോൾ ഇങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഈ സങ്കടപ്പെടുന്നതും ഒരു കണ്ടന്റ് ആക്കിയാണ് അനുമോൾ മനസ്സിൽ ചിന്തിക്കുന്നതെങ്കിൽ ഓക്കെ, ഞാൻ ഡീൽ ചെയ്യാം, അത് സൂപ്പർ. അതല്ലാതെ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഈ ആതിരയുടെ നൂറയുടെ കേസൊന്നും പറഞ്ഞ് അനുമോൾ കപ്പ് മാത്രം ഫോക്കസ് ചെയ്ത് പോയാൽ മതി. അനുമോൾക്കത് പറ്റും, ഉറപ്പായിട്ടും പറ്റും. കൂടെ അനുമോളുടെ ഈ ഒരു PR കളിയിൽ ബാക്കി അല്ലെങ്കിൽ ഈ ഒരു പേരും പറഞ്ഞ് എല്ലാവരും, അല്ലെങ്കിൽ ഇന്നലത്തെ ആ ഒരു ഭക്ഷണത്തിന്റെ പേരും പറഞ്ഞ് തുടങ്ങിയതാ. പിന്നെ ഈ സാധനമാണ് കുത്തിക്കയറ്റിയത് PR-ന്റെ കേസ്. അപ്പൊ ഇതെല്ലാം കുത്തിക്കയറ്റുമ്പോൾ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് മറന്നു പോകുന്നൊരു കേസുണ്ട്. അക്ബർ ഉൾപ്പെടെ മറന്നു പോകുന്നൊരു കാര്യമാണ്. ഈ PR പറഞ്ഞ് അനുമോളെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് PR ഉണ്ടെങ്കിൽ ഓക്കെ, അനുമോൾക്ക് കുറെ വോട്ട് കിട്ടും. പക്ഷെ പുറത്ത് അനുമോളെ വെറുക്കുന്നവർ പോലും ചിലപ്പോൾ അനുമോളെ സ്നേഹിക്കും. ഈ PR-ന്റെ പേരും പറഞ്ഞ് ഇവരിങ്ങനെ കുത്തിക്കൊണ്ടിരുന്ന എന്തിനാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അക്ബറിന്റെ കേസ് തന്നെ നോക്ക്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഞായറാഴ്ചയും തിങ്കളാഴ്ചയൊക്കെ മറ്റേ ഒറ്റപ്പെടൽ പിടിച്ചോണ്ടിരുന്ന അക്ബർ സത്യം പറഞ്ഞ ഗെയിമറാണോ എന്ന് ചോദിച്ചാൽ ഗെയിമറാണ്. പക്ഷെ ഇടയ്ക്ക് മണ്ടത്തരം പറയാറുമുണ്ട്, മണ്ടത്തരം പറയാറുണ്ടെന്നല്ല, കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അക്ബർ പറയും, പോയിന്റ് എടുത്ത് വെച്ച് അക്ബർ പറയും. അക്കാര്യത്തിലൊക്കെ അക്ബർ മുന്നിൽ തന്നെയാണ്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ അക്ബർ മറന്നുപോകും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഒറ്റപ്പെടൽ ഇറക്കി അക്ബർ നല്ല രീതിയിൽ ഒന്ന് മുന്നേറി വന്നതാ. പെട്ടെന്നാണ് അനുമോള് മറ്റേ പെട്ടുപോയത് ആദില നൂറ ഭക്ഷണ കേസിൽ. അപ്പൊ അനുമോൾ ഇപ്പോൾ ഒറ്റപ്പെട്ടു. അപ്പൊ അക്ബർ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് അക്ബറിന്റെ ആ ഒരു ഒറ്റപ്പെടൽ സാധനം വിട്ടുപോയി, കയ്യിൽ നിന്ന് പോയി. ചിലപ്പോൾ അത് പിടിച്ചോണ്ടിരുന്നാൽ കുറച്ചും കൂടെ ബൂസ്റ്റ് കിട്ടി അക്ബറിന്.
ഉറപ്പായിട്ടും കിട്ടിയേനെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇതിപ്പോൾ ആ ബൂസ്റ്റ് അനിമോളിലേക്ക് കയറി. ആ ബൂസ്റ്റ് അനിമോൾക്ക് കയറുമെന്ന് മനസ്സിലാക്കിയ ബുദ്ധി രാക്ഷസനായ അനീഷേട്ടൻ എന്ത് ചെയ്തു? അനിമോളെ സപ്പോർട്ട് ചെയ്ത് ഇറങ്ങി. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇവിടെ ബ്രില്യൻ്റ് ആയിട്ട് ഗെയിം കളിക്കുന്നത് അനീഷേട്ടനൊക്കെ തന്നെ. അക്ബർ പോയിന്റ് പറയും, കറക്റ്റ് പോയിന്റ് പറഞ്ഞ് അടിക്കും, ഇല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഗെയിമിലോട്ട് ഇറങ്ങുമ്പോൾ എങ്ങനെ, എവിടെ, ആരുടെ കൂടെ ഏത് സ്റ്റാൻഡ് എടുത്ത് നിൽക്കണമെന്ന് അക്ബറിന് ഇപ്പോഴും വലിയ പിടുത്തമില്ല. ആദില നൂറ ഫെയർ ഒക്കെയാണ്. നൂറയുടെ ഗെയിം ഫെയർ ഒക്കെയാണ്. നൂറയുടെ ഗെയിം അടിപൊളിയാണ്. പ്രത്യേകിച്ച് ടാസ്കിലൊക്കെ വരുമ്പോൾ ഇന്ന് ഫെയർ ആയിട്ടൊക്കെയാണ് നൂറ കളിച്ചത്. പക്ഷേ അവർ നല്ല ഗെയിമേഴ്സ് ആയിരുന്നെങ്കിൽ, മൈൻഡ് ഗെയിമറാണ്, ഞാൻ നല്ല മൈൻഡ് ഗെയിമറാണെന്നൊക്കെ നൂറ ഇന്ന് പറയുന്നത് കേട്ടു അതിലെടുക്കെ. അത്രയും നല്ല മൈൻഡ് ഗെയിമർ ആയിരുന്നെങ്കിൽ ഒരിക്കലും ഇപ്പോൾ ഈ സീസൺ തീരാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ അനുമോളുടെ ഓപ്പോസിറ്റ് വന്ന് നിൽക്കത്തില്ലായിരുന്നു നൂറ. കൂടെ നിന്നേനെ. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് അവർക്ക് തന്നെ അറിയാം പി ആറിൻ്റെ ഭയങ്കര സപ്പോർട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഇവരൊക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരാൾക്ക് എതിരെ വന്ന് നിൽക്കുമ്പോൾ അടിക്കാൻ പറ്റണം നല്ല കനത്തിൽ. പക്ഷേ എത്ര അടിച്ചാലും അനുമോൾ അവിടെ വീക്കാവുകയല്ല. അനുമോൾ വീക്കാവുമ്പോൾ ജനങ്ങൾ ഒരുപാട് അനുമോൾക്ക് സപ്പോർട്ടുമായിട്ടാണ് ചെല്ലുന്നത്. വീക്കാവുകയാണ്, അങ്ങനെ തന്നെ വെച്ചോ. വീക്കാവുമ്പോഴത്തേക്ക് ജനങ്ങളുടെ സപ്പോർട്ട് കയറും. അതെന്തുകൊണ്ട് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്നില്ല എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഈ പി ആറിൻ്റെ പേരും പറഞ്ഞാൽ അനുമോളെ കുത്തേണ്ട കാര്യമില്ല. പി ആർ ഇപ്പം പി ആറൊക്കെ കാണും, പി ആറും OR ഒക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. മനസ്സിലായില്ലേ? പക്ഷേ അവർക്കൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കണ്ടന്റ് എന്ന് പറയുന്ന സാധനം അനുമോൾ കൊടുക്കണം. അത് അനുമോൾ കൊടുത്തില്ലെങ്കിൽ അനുമോൾക്ക് ആ കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ് അവിടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിടികിട്ടിയോ? അപ്പൊ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് കളിക്കുന്നതും ആരാ? അനുമോൾ തന്നെ. ഒന്നും ചെയ്തില്ലെങ്കിലും ബാക്കിയുള്ളവർ വന്ന് അനുമോൾ. എന്തിനാ ഈ സീസൺ തുടങ്ങിയ ആദ്യത്തെ ഒരു 2-3 ആഴ്ച എങ്ങനെയാണ് സീസൺ പൊക്കോണ്ടിരുന്നത്? അനുമോൾ കാരണം, കിച്ചണിലുള്ള അനുമോളുടെ നിപ്പ് കാരണം, ബാക്കിയുള്ളവരുടെ ചൊറിച്ചിൽ കാരണം ഇടയ്ക്കതങ്ങ് മാറിപ്പോയതാ. ഇപ്പൊ വീണ്ടും അത് വന്നു. അനുമോൾക്ക് സപ്പോർട്ട് കയറും. അതിനെ പി ആർ എന്ന് വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ബാക്കിയുള്ളവർ അനുമോളെ വിട്ടിട്ട് ഒറ്റക്കൊറ്റയ്ക്ക് ഇന്ന് ഗെയിം കളിക്കും. അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. പക്ഷേ ഈ ഇടയ്ക്കിടയ്ക്ക് പോയി അനുമോളെ ചൊറിയുന്ന നെവിൻ ഈ ആഴ്ച എന്റർടൈൻമെന്റ് പരിപാടി കംപ്ലീറ്റ് അതും പിടിച്ചാൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നെവിൻ എവിടെയൊക്കെയോ കുറച്ച് കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് അനുമോളുടെ അടുക്ക സ്നേഹം നടിച്ച് ചെല്ലുന്നുണ്ട്. പോയി ചൊറിയുന്നില്ല, വെറുപ്പിക്കുന്നില്ല, കഴിഞ്ഞ ആഴ്ച കാണിച്ച പരിപാടികൾ കാണിക്കുന്നില്ല. കാരണം അത് കാണിച്ച പണി നെവിനാണെന്ന് നെവിൻ അറിയാം. നെവിൻ അതുകൊണ്ട് അവിടെ ഇവിടെ ഇല്ലാതെ നെവിനാ സത്യം പറഞ്ഞാൽ ബാക്കിയുള്ളവരെക്കാട്ടിലും ഇത്തിരിയെങ്കിലും ബുദ്ധിയുള്ളൊരു ഗെയിമർ എന്ന് തന്നെ വേണമെങ്കിൽ വിളിക്കാം. കാരണം നോക്കിയും കണ്ടുവാ നിൽക്കുന്നത്. ഒരാളെ വെറുപ്പിക്കാതെ ഒരു എന്റർടൈനറായി പഴയ ആ ഒരു എന്റർടൈൻമെന്റ് പരിപാടി കൊണ്ടെന്നാണ് നെവിൻ ഈ ആഴ്ച നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ പരിപാടി ചെയ്യുന്നില്ല. അത് അവൻ്റെ ബ്രില്യൻസ് ആണെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ ആദില നൂറ ഞാൻ പറഞ്ഞല്ലോ ടാസ്കിലൊക്കെ ഗംഭീരമായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷെ ആദില ഈ ആഴ്ച പോകാനുള്ള സാധ്യത ചിലപ്പോൾ ഉണ്ടാവും. എനിക്കറിയത്തൊന്നുമില്ല. നമുക്ക് നേരത്തെ ഗണിച്ചൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഗെയിമും അതിൻ്റെ ഒരു പോക്കും അതെല്ലാം കാണുമ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. നല്ലൊരു പരിപാടിയിലൂടെ പോയേനെ. പക്ഷേ ഈ പി ആർ പറഞ്ഞ് അനുമോളെ കുത്തേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഈ എൻഡിങ് ടൈമിൽ. മനസ്സിലായില്ലേ? അങ്ങനെ എന്തെങ്കിലും ഒരു പി ആർ ഉണ്ടെങ്കിൽ പോലും അത് അവർക്ക് ആഘോഷിക്കാൻ പറ്റും. ഇതും പറഞ്ഞ് ഈ പി ആറിൻ്റെ പേരും പറഞ്ഞ് അനുമോളെ ഇങ്ങനെ ബാക്കി എല്ലാവരും അതിനകത്തിരുന്ന് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായില്ലേ? ഒറ്റപ്പെട്ടു അനുമോൾ അവിടെ. അത് മതി. അത് കണ്ടന്റാണ് അനുമോളുടെ. അതുപോലും മനസ്സിലാവാതെ വീണ്ടും അനുമോളുടെ പുറകെ നടന്ന് ചൊറിയുന്ന ചേട്ടന്മാരോട് എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. എന്തിന് വിടുക? അനുമോള് തന്നെ അനുമോള് 100% അനുമോള് ഈ പി ആർ എന്ന് പറയുന്ന സാധനം എനിക്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞായിരുന്നെങ്കിൽ ഓക്കെ. പക്ഷെ അനുമോൾ ഇവിടെ അത് ഉണ്ട്, എനിക്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തിനാണ് അതും പറഞ്ഞ് നീ പി ആർ കൊണ്ടല്ലേ നിൽക്കുന്നത്? എന്ത് കാര്യത്തിന്? പി ആർ കൊണ്ട് മാത്രം നിൽക്കാൻ പറ്റത്തില്ല. പി ആർ കൊണ്ട് എല്ലാവർക്കും അറിയാം എന്താ സംഭവിക്കുന്നതെന്ന്. പി ആർ കൊണ്ട് ചിലപ്പോൾ ഈ കമന്റ് ബോക്സിൽ കുറേ ആവശ്യമില്ലാത്ത കുറേ ഫേക്ക് മെയിൽ ഐ ഡിന്ന് വന്ന് അനുമോൾ ലവ് ജെനുവിനായിട്ട് ഇടുന്നവരുണ്ടേ, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ ഇടുന്ന കുറേ ഉണ്ട്. അതവിടെ നടക്കും. അതുകൂടാതെ എന്ത് നടക്കും? കുറേ ഗ്രൂപ്പുകൾ കാണും. ഈ ഗ്രൂപ്പുകളിൽ അനുമോളുടെ എന്തെങ്കിലുമൊക്കെ കട്ടിങ് വീഡിയോസൊക്കെ ആയിട്ട് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ നടക്കുള്ളൂ. പിടികിട്ടിയില്ലേ? അതിപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെയുള്ള എല്ലാവരുടെയും അനീഷേട്ടൻ്റെ പേരിലുണ്ടല്ലോ ഒരുപാട് അക്കൗണ്ടുകൾ. എന്നെ തന്നെ ഇൻസ്റ്റയിലൊക്കെ ഞാൻ ഇടുന്ന ഈ വീഡിയോയിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് എനിക്ക് മറ്റേ ഇതൊക്കെ വന്നിട്ടുണ്ട്. ഈ കൊളാബ് പരിപാടിയൊക്കെ. ഇതൊക്കെ നടക്കും. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് ഒരു കൈൻഡ് ഓഫ് പി ആർ. പക്ഷേ വോട്ട് എന്ന് പറയുന്ന സാധനം ഞാനും നിങ്ങളും ഈ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാരും നിങ്ങളാണ് അല്ലേ?
നമ്മളാണ് വോട്ട് കുത്തുന്നത്, അതുകൊണ്ടാണ് കയറുന്നത്. അല്ലാതെ മറ്റേ ഫേക്ക് അടിച്ച് കയറ്റുന്നതൊന്നും നടക്കത്തില്ല. അതൊക്കെ പൊക്കും, അതൊക്കെ എടുത്ത് ദൂരെ കളയുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അല്ലാതെ ആ ഫേക്ക് പരിപാടിയിലൊന്നും ഈ സീസണിൽ നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ ജെനുവിൻ വോട്ടാണ് അനുമോക്ക് അവിടെ കയറുന്നത്. പിടികിട്ടിയില്ലേ? ഫേക്ക് കയറുന്നതൊക്കെ അവർ തൂക്കിക്കളയും, പ്രത്യേകിച്ച് ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക്. അതുകൊണ്ട് തന്നെ ബോട്ടടിച്ച് കയറ്റുന്നത് ഒന്നും നടക്കത്തില്ല. കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ സീസണിൽ അതൊക്കെ പൊക്കി കളഞ്ഞെന്നാണ് പറയുന്നത്. ആ പരിപാടിയെ നടക്കത്തില്ല. ജെനുവിൻ വോട്ടുകളാണ് അവിടെ ചെല്ലുന്നത്. അതുകൊണ്ട് എന്ത് PR-ന്റെ, അത് തന്നെയാണ് ബിഗ് ബോസും പറയുന്നത് അനുമോളുടെ അടുക്ക, മോളെ ഇവിടെ നിൽക്കണമെങ്കിൽ പ്രേക്ഷകരുടെ പിന്തുണ അത് വേണം, അല്ലാതെ PR കൊണ്ട് മാത്രമൊന്നും അല്ല. വോട്ട് കയറണം, ജെനുവിൻ വോട്ട് കയറണം. അത് എന്നെ നിങ്ങളെയും പോലുള്ള ആളുകൾ കുത്തിയിട്ടാണ് കയറുന്നത്. അനുമോക്ക് വോട്ട് കയറുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇപ്പം ബാക്കിയുള്ളവർക്ക് മറ്റേ മുട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഇരുന്ന് കരയാന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഞാനിത് പറയുന്ന മൊത്തം എൻ്റെ അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.